സമമതിനകപതി മതിലിംബം തട്ടേറ്റ് കട്ടി തന്നത്തുക്ക് ഉറ്റവരുടയവർ കട്ടി തന്നത്തുക്ക് ഉറ്റവരുടയവർ തിരുമിരുകാമിലു കൊടുപാടാ ചുടികല കണ്ണും രക്ഷാക്കുൽ ചക്രം എടുത്തേറ്റോളം മരികളിൽ സുഖ സുഖ സഖി സഹ സർവജയം സുഖ സുഖ സഖി സഹ സർവജയം തൊട്ടേ ത്രിതട്ടേ ഗുണത്തെ സർക്കാവിൽ. ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് റമദാനിലെ ഫസ്റ്റ് ഡേയിലെ വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ അമ്മച്ചീനെ എണീപ്പിച്ചപ്പോൾ ഇല്ലേ, എനിക്കിങ്ങനെ ഒരു സംഭവമേ ഓർമ്മയില്ല. നമുക്കിങ്ങനെ പെട്ടെന്ന് നമ്മൾ നല്ല ഉറക്കത്തിൻ്റെ ടൈമിൽ അങ്ങോട്ട് എണീക്കും, നമുക്കൊരു എന്താ പറയുക, മന്ദപ്പായിരിക്കും, എന്താ സംഭവിക്കണത് അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല എനിക്ക് വ്ളോഗ് എടുക്കണോ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേനു. ചോറിന് പകുതി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വ്ളോഗ് എടുക്കണം എന്നുള്ളത്. അപ്പം ചോറിന് ഉണ്ടായിരുന്നത് ഉണക്കമീൻ പൊരിച്ചതും വെണ്ടക്ക കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്രാവ് ഉണക്കമീൻ പൊരിച്ചത്. പിന്നെ എനിക്ക് തിന്നാനൊന്നും കഴിഞ്ഞില്ലേ, രാവിലെ എണീച്ചിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഇടങ്ങേറുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിന്ന് കയ്യിലും ബാങ്ക് കൊടുക്കലും ഒരുമിച്ചായിരുന്നു. ഭയങ്കര ടൈമിങ് ആയിരുന്നു. നേരെ ഇനി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ബാക്കി ടൈമൊന്നുമില്ല, കറക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. നമുക്ക് കറക്റ്റ് എൻ്റെ അമ്മമ്മ പാല് കുടിച്ച് കഴിയലും ഇറക്കലും ബാങ്ക് കൊടുക്കലും ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞാൻ നിസ്കരിച്ച് എൻ്റെ ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഉറങ്ങാൻ പോയി. ശരിക്കും താഴെയാണ് ഉറങ്ങണത്, മേലെ എൻ്റെ റൂമിലല്ല. താഴെ എൻ്റെ ഉമ്മയും ആദ്യം രണ്ടട്ടിക്കട്ടിലുള്ള റൂമുണ്ടല്ലോ, അവിടെ ഉറങ്ങുക. അപ്പോൾ ഒരു രണ്ടാൾ ആ കട്ടിൽ മേലെ ഉറങ്ങും, താഴെ മേലായിട്ട്. എനിക്ക് താഴെ ഉറങ്ങാൻ എന്നിട്ട് കംഫർട്ട് ഇട്ടിട്ട് ജസ്റ്റ് താഴെ ഉറങ്ങലാണ്. കാരണം പുലർച്ചയ്ക്ക് ചിലപ്പോൾ ഇന്ന ഉമ്മച്ചി ഫോണിൽ വിളിക്കായിരിക്കും ചെയ്യുക ഞാൻ മേലെയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ വരുന്നില്ല, എനിക്ക് ഫുഡ് വേണ്ട എന്നൊക്കെ പറയും. ശരിക്കും എനിക്ക് വിശക്കുണ്ടാവും, എണീക്കാനുള്ള മടി കൊണ്ട് പറയുന്നതാണ്. പിന്നെ ആ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റപ്പോൾ ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ഞാൻ എൻ്റെ റൂമിൽ പോയി. എൻ്റെ റൂമിൻ്റെ അവസ്ഥ അതാണ്. കാരണം ഞാൻ ഇപ്പോൾ അടുത്ത് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ പോയ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല, കുറേ കിടക്കുന്നുണ്ട്. എൻ്റെ ഹോസ്റ്റലിലെ സാധനങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കുറേ സാധനം കൊണ്ടുവന്നിട്ട് എൻ്റെ റൂമിൽ ഒതുക്കി വെച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കുറേ മെസ്സിൻ്റെ റൂമിലുണ്ട്, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ റൂം പോയി. ഇപ്പോൾ വേറെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമുക്കുള്ള പണികൾ കുറച്ച് തീർത്താൽ തീരുമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. ഇപ്പം തന്നെ ഒരു 10 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും 10 മണി അല്ല 10:30 11 മണി ആയിട്ടുണ്ടാവും. അപ്പം എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ നിന്ന് ഫസ്റ്റ് തന്നെ ഞാനൊരു ഈ സെൻറ്റിലിൻ്റെ ആംബ്യൂൾ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അധികം സ്കിൻ കെയർ ചെയ്യുന്നില്ല, കാരണം മാക്സിമം കൂടിപ്പോയാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ലോഹർ ബാങ്ക് കൊടുക്കും. ലോഹർ സ്കെയറിക്കണം. ലോഹർ എടുക്കുമ്പോൾ നമ്മൾ സ്കിൻ കെയർ എന്തായാലും എല്ലാ സാധനം നമ്മൾ കഴുകി കളയുമല്ലോ. അപ്പോൾ പിന്നെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ആംബ്യൂൾ ഇട്ട് പിന്നെ ഞാൻ ഈ ഒരു ലിപ് ബാമും അതേപോലെ തന്നെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ വെറുതെ കഴുകി കളയാനാണെങ്കിൽ വേണ്ടല്ലോ, ബാക്കി സ്കിൻ കെയർ നൈറ്റിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹെയർ കെയറും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഡെയിലി ഹെയറിൽ മറ്റേ ഇത് റോസ്മേരി സീറം ഇൻ ഓയിൽ അങ്ങനെ പറഞ്ഞൊരു സാധനം ഡോക്ടർ ഷെത്തിൻ്റെ എനിക്ക് കൊളാബിന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇതല്ലേ ഇപ്പോൾ യൂസ് ചെയ്യൽ മറ്റേ സാധനമാണ്, സ്പ്രേ നോക്കിയിട്ട് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കോമ്പും പിന്നെ അത് ചെയ്തിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കാൽപ്പ് മസാജ് ഒരു സാധനം ഉണ്ടല്ലോ, അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഫുള്ള് മുടിയൊക്കെ കെട്ടി വെച്ച് വൃത്തിയാക്കി എന്നിട്ടാണ് ഞാൻ എൻ്റെ റൂം ക്ലീനിങ്ങിൽ നിന്നത്. റൂം ക്ലീനിങ് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല, കാരണം കുറേ ടൈമിൻ്റെ പ്രോസസ്സാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പം പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് ആക്കരും, പക്ഷെ അങ്ങനെയല്ല. കുറേ ടൈം കുറേ കാര്യങ്ങൾ ക്ലീനാക്കി കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ ഞാൻ നോർമലി ഞാൻ എൻ്റെ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഷെൽഫ് യൂസ് ചെയ്യലില്ല, കാരണം അതിന് മേലത്തത് കേട് വന്നിട്ടുണ്ട്, എന്തോ പൊട്ടിയിട്ട് പറ്റിക്കണം അതിന്. അപ്പോൾ ഞാൻ അതങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂർ പോയപ്പോൾ ഐക്കിയെന്ന് കുറച്ചുകൂടി ഓർഗനൈസേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചെറിയ ബ്രഷൊക്കെ ഇടുന്ന പാത്രം കണ്ടു. അപ്പോൾ ഞാൻ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് രണ്ടാമത്തെ ഷെൽഫിന് കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ ഷെൽഫ് തുറന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ പരത്തി കിടക്കുന്ന എല്ലാ സാധനങ്ങളും രണ്ടാമത്തെ ഷെൽഫിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ തന്നെ നമ്മൾ ടേബിൾ ഫ്രീ ആവും. ഏറ്റവും കൂടുതൽ മെസ്സ് വരുന്നത് ഈ ടേബിൾ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രശ്നം. എന്തെങ്കിലും ഒന്ന് എടുത്താൽ മെസ്സ്, ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചില സാധനങ്ങൾ ഹൈറ്റ് കൂടുതലാകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ ഞാൻ എടുത്തിട്ട് കിടത്തി വെച്ചു. പിന്നെ എൻ്റെ ജ്വല്ലറി ഓർഗനൈസേഴ്സും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സംഭവവും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ടാണ്. അപ്പോൾ കാണാനും കുറച്ച് വൃത്തിയുണ്ടായിരുന്നു. ഇനി ഏറ്റവും താഴത്തേൽ എൻ്റെ കുറേ പഴയൊരു
6-7 വർഷം മുന്നത്തെ എൻ്റെ ഹെയർ ക്ലിപ്സും സംഭവങ്ങളാണ് ഞാൻ കുവൈത്തിൽ പോയ ടൈമിൽ കൊണ്ടുവന്നത്. എൻ്റെ ഒപ്പച്ച് കൊണ്ടുവന്ന സാധനം അതൊക്കെ ഒഴിവാക്കാൻ എനിക്കെല്ലാം ഒഴിവാക്കാനും തോന്നൂല, അതാണ് പ്രശ്നം. അങ്ങനെ പിന്നെ ടേബിളിൻ്റെ ജസ്റ്റ് പൊടിയൊക്കെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളഞ്ഞ്. എന്തായാലും എത്ര വൃത്തിയാക്കിയാലും പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ പിന്നെയും പൊടികളാവും. അപ്പോൾ ഇങ്ങനെയായി നമ്മുടെ ടേബിൾ. എൻ്റെ ടേബിൾ മേൽ കുറേ വരയും കുത്തൊക്കെ അതൊക്കെ എന്തൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചിന്തിയിട്ട് എന്തൊക്കെയോ പെയിൻറ്റിന് പറ്റിയതാണ്. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ ഇപ്പം ഈ ജേർണലിങ് ചെയ്യാൻ ഇത്രയും സാധനങ്ങൾ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇപ്പോൾ വാങ്ങി വെച്ചതാണ്. ഇങ്ങനെ കുറേ ബുക്സ് ആയാലും സ്റ്റിക്കേഴ്സ് ആയാലും കുറേ സാധനങ്ങൾ ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി ട്രൈ ചെയ്യണം. അങ്ങനെ പിന്നെ ലോഹർ ബാങ്ക് കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ പണികളൊക്കെ തീർന്നത്. അപ്പം പിന്നെ ഞാൻ നേരെ നിസ്കരിക്കാൻ പോയി. അവിടെ പോയി നിസ്കരിച്ചു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. ഓതലും നിസ്കരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പണികളിലേക്ക് ഇരിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. ബാക്കി പണികൾ മീൻസ് കുറേ പണികളില്ല. ഞാൻ എപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ് കുക്കിംഗ്. അപ്പോൾ ഇപ്രാവശ്യം മുതൽ എന്തെങ്കിലുമൊക്കെ ചെറുതുണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിൽക്കണം. ഈ എപ്പോഴും കുക്കിംഗ് ചെയ്യുന്നത് പോലെ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്ക് പറ്റില്ലല്ലോ, എനിക്ക് കുറേ ടൈം എടുക്കും. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചിക്കൻ ക്രൊക്കറ്റ്സ് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പക്ഷേ ക്രൊക്കറ്റ്സ് ഉണ്ടാക്കാൻ നേരത്ത് കുറേ സാധനങ്ങൾ വേണം, ചീസ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ക്രൊക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ കട്ട്ലെറ്റിൻ്റെ വേറൊരു സാധനം, കട്ട്ലെറ്റ് അല്ല പക്ഷേ വേറൊരു സാധനമാണ്. അപ്പോൾ കമോൺ ഗൈസ്, എങ്ങനെ ഉണ്ടാവും എന്ന് കാണാം. ഫസ്റ്റ് തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ബോൺലെസ് പീസ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും അവിടെ ഇവിടെയൊക്കെയുള്ള ബോൺസ് പിന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം ബാക്കി ഫുൾ സെറ്റാക്കിയിട്ട് ഞാൻ ഉള്ളി അരിയാൻ തന്നു. എനിക്ക് ഉള്ളി അരിയുമ്പോൾ എപ്പോഴും ഓർമ്മ വരും, കുറച്ച് കാലം വരെ എനിക്ക് ഉള്ളി അരിയാൻ അറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അരിഞ്ഞുണ്ടാക്കലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ അരിയാൻ അറിയുന്നില്ല. ഞാൻ കുറേ അതിലെന്താ പറയുക ഇമ്പ്രൂവ് ആയി. എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേത് ഞാൻ കുറേ ടൈം എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ എനിക്കെന്നൊരു സത്യം പറഞ്ഞാൽ ഉള്ളി അരിയാൻ പഠിച്ചതിൽ എനിക്ക് പ്രൗഡ് ഫീലിംഗ് ആണ്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതോ ഒരു റമദാനാണ് കേട്ടോ, എന്തോ അരിഞ്ഞ ഫോട്ടോ ഇങ്ങനെ തന്നെ ഉള്ളി അരിയില്ല, എന്ത് ഉള്ളി അരിയിലാണ് എന്നൊക്കെ പറയുന്നത് കുറേ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല കറക്റ്റ്, ഇങ്ങനെയല്ല കുറച്ചുകൂടി തിന്നാവണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമുക്കിങ്ങനെ പഠിച്ച് വരലാണല്ലോ. അങ്ങനെ ഓര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1.5 ഉള്ളിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഉള്ളിയൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഉള്ളി ഇങ്ങനെ കടിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ ഒരു പ്ലേറ്റൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത സാധനം എടുത്തു. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് നോർമൽ കട്ട്ലേറ്റ് പോലെ തന്നെയാണ്. പക്ഷേ ഐ ഡോണ്ട് നോ, എന്തോ ഒരു സാധനം കൂടുതലായി തോന്നുന്നു നമ്മളെ ക്രൊക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിലേക്ക് കുറേ സാധനങ്ങൾ ഇന്ത്യൻ നമ്മൾ കേരളത്തിലുള്ളവർ ഉണ്ടാക്കുമ്പം വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാനൊരു താത്താൻ്റെ വീഡിയോ കണ്ടു, ഷോർട്സാണ് കണ്ടത്. അപ്പോൾ ആ താത്താൻ ആരോ പറ്റിച്ച് ക്രൊക്കറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കുക. ആ താത്ത അമ്മളും പറ്റിച്ച് വീഡിയോ ഇട്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല. പക്ഷെ വേറെ താത്താൻ്റെ ക്രൊക്കറ്റ് വീഡിയോ കണ്ടപ്പോൾ വേറെ ടൈപ്പ് ആയിരുന്നു, ഇത് വേറെ ടൈപ്പ് ആയിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ താത്ത ഞാൻ ഉണ്ടാക്കുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ള സാധനമല്ല, തട്ടിക്കൂട്ടാണ്. നമ്മൾ ക്രൊക്കറ്റ് എന്ന് പറഞ്ഞതിന് പകരം ക്രൊക്ലെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് മാച്ച് ഉണ്ടാവും. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ബാക്കി അരിയാനുള്ള ടൈമും കൊണ്ട് ഞാൻ 3-4 ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ചിക്കനും കൂടെ ഒരുമിച്ച് വേവിക്കാനിട്ട് പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് എന്താക്കി ഒരുമിച്ച് ഞാൻ വേവിക്കാട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ വെച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുക്കർ ക്ലോസ് ചെയ്യാൻ അറിയില്ല. എനിക്ക് കുക്കർ ക്ലോസ് ചെയ്യപ്പോൾ ഫസ്റ്റ് ഹാദിനോട് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ ഓനും കഴിഞ്ഞില്ല, ഓൻ വലിയ മെയിനായതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ പഠിച്ച് ഇങ്ങനെയാണ്, ഇങ്ങോട്ട് ചിരിച്ച് വെച്ചിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പഠിച്ച്. അങ്ങനെ എനിക്ക് തീ കത്തിക്കാൻ പേടിയാണ്. എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ പേടിയാണ്, തീ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് എന്തോ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം തീ ആളി കത്തിയിട്ട് പ്രശ്നമായി. അതിനുശേഷം എനിക്ക് ഈ ട്രോമ എന്ന് പറയുന്ന പോലെ തീ കത്തിക്കാനൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ ഏതോ ഒരു ഇന്ത്യൻ അല്ലാത്ത ആൾ തക്കാളി ഉള്ളത് കണ്ട്. പക്ഷെ പിന്നെ അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ക്യാപ്സിക്കും മുറിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല. ഞാൻ തക്കാളി ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അത് ഫുള്ള് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ചെറുതാക്കി അരിയാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ക്വയർ പീസിലാണ്. എനിക്കൊന്നും മറ്റേ മെഷീനിലിട്ട് അരിക്കുന്ന പോലെ നമ്മളങ്ങനെയല്ല, എനിക്ക് ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞത്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു തക്കാളിയായിരുന്നു. ഓരൊക്കെ 2 തക്കാളിയായിരുന്നു. പക്ഷെ ഞാൻ ഒരു തക്കാളിയായിരുന്നു. തക്കാളി ഇട്ടാൽ പിന്നെ എനിക്ക് കൊളാവോ എന്ന് അറിയില്ലല്ലോ, നമുക്ക് ടേസ്റ്റ് വെക്കാനും പറ്റില്ലല്ലോ, നോമ്പറക്കണ നേരത്തെ തിന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തക്കാളി അരിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പാവങ്ങളെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല, ഇനി ഉണ്ടോരല്ലേ ഞാൻ കണ്ടില്ല. അപ്പം എന്ത് ചെയ്യണം, ജിഞ്ചർ ഗാർലിക് നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കണം. പക്ഷെ ഒരു താത്ത ഗാർലിക് മാത്രം ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മറന്നു. ഇങ്ങനെ മറക്കണം, ഓരോ
മിനിറ്റ് കൂടുമ്പോൾ എനിക്ക് ആ വീഡിയോ എടുത്ത് നോക്കണം, ഇതന്നെ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നോമ്പറക്കാൻ നേരത്തെ എല്ലാവരും കൂടി രസമല്ല എന്ന് പറഞ്ഞാൽ ചടക്കൂലേ, പിന്നെ എന്തിനാ പറ്റുക. അങ്ങനെ ഞാൻ കുറേ മുളക് ഇടുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മുളക് വലിയ വലിയ പീസാക്കിയിട്ട് ഇട്ടിരിക്കണത്. അപ്പോൾ നല്ലോണം മുളക് കടിക്കും. അപ്പോൾ ഞാൻ കടിക്കട്ടെ അങ്ങട്ടെ, എല്ലാവർക്കും എരിവില്ലാത്തവരെ പ്രശ്നക്കാട് മാറട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഈ മല്ലിച്ചപ്പ്, എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ചൊയ, ഉള്ളിൻ്റെ ചൊയ, തക്കാളിയൊക്കെ ഞാൻ പച്ചക്കാണെങ്കിലും തിന്നും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ഉള്ളി തൊലിക്കാൻ വേണ്ടിയിട്ട് എന്നെ സെപ്പും അബുവും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ പണി ചെയ്ത ടൈം കൊണ്ട് ഒരു ഉള്ളി തൊലിച്ചു തന്നു. അങ്ങനെ അപ്പോൾ ഇഞ്ചിൻ്റെ തൊലി തൊലിച്ചുന്നത് ഹാദിയാണ്. അങ്ങനെ കുറച്ച് ഹെൽപ്പ് ഒരു ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ തൊലി തൊലിക്കുന്നതൊക്കെ. അങ്ങനെ പിന്നെ അത് ചതക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ചതക്കണ സാധനത്തിൽ എനിക്ക് ഇഷ്ടമാണ് ഈ സാധനത്തിൽ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 2-3 പ്രാവശ്യം എൻ്റെ കണ്ണുക്ക് തെറിച്ച്, അതെനിക്ക് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള സാധനം ഉണ്ടായിരുന്നല്ലോ കുക്കറിൽ, അതാവുന്നേ ഇല്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ബ്രെഡ് എന്താ പറയുക പൊടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. അപ്പോൾ കറക്റ്റ് വിസിലടിച്ച് വേറൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചപ്പം അപ്പോൾ 2-3 വിസിലാവുന്ന ടൈമും ഉണ്ട്. നമുക്ക് ഇത് ബ്രെഡ് എന്താ പറയുക ക്രംസ് ചെയ്തിട്ട് എന്ത് പൊടിച്ചിട്ട് വരാമല്ലോ. പക്ഷെ ഞങ്ങളുടെ മിക്സിക്ക് എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ബ്രെഡ് അത്രയ്ക്ക് അങ്ങോട്ട് പൊടിഞ്ഞില്ല. നല്ലോണം പൊടി ആയില്ല, ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. ആ ഒരു പൊടി ആയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ആ ടൈം കൊണ്ട് നമ്മൾ വന്ന ടൈം കൊണ്ട് നമ്മളെ സംഭവങ്ങളൊക്കെ ബോയിലായി കിട്ടി. ഉരുളങ്കിങ്ങും ചിക്കനും എല്ലാ സംഭവങ്ങളും. ഈ ചിക്കൻ കാണും പിന്നെ സിംബക്ക് കൊടുക്കുന്ന ചിക്കൻ പോലെയുണ്ട്. സിംബക്ക് ഇങ്ങനെ ഉണ്ട്, മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ വേവിക്കുക. അങ്ങനെ നമ്മൾ കൂട്ടുണ്ടാക്കാൻ പോകാൻ നിങ്ങൾക്ക് ബോറടിക്കേണ്ട അറിയില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കുക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇന്നെപ്പോലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം കുറച്ച് പ്രോസസ്സ് ഉണ്ട്, ചെയ്ത് കഴിഞ്ഞാൽ ശീലമാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങൾ വയറ്റാൻ വേണ്ടിയിട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം വലിയ പീസ് ഓഫ് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ പാനിൽ നല്ലോണം കറക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാണാൻ നല്ല രസമില്ല, ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഓയിലിടുമ്പോൾ പൊരിയണത് കാണാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ചട്ടി മൊത്തം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി ഇടണം. ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഉള്ളി ഇട്ടിട്ട് എപ്പോഴാണ് ഇത് പച്ചമണം മാറുമ്പോൾ തന്നെ ഇത് കരിയൂലേ, അങ്ങനെയൊക്കെ ഒരു ഓവർ തിങ്കിങ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക്. അപ്പം നമ്മൾ ഫുള്ള് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തക്കാളിയും കുറച്ച് മുളകൊക്കെ വീണിക്കണ്, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്നൊരു വിഷയമല്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, അതിൻ്റെ റെസിപ്പി ഫുൾ കറക്റ്റ് ആവില്ല, ഓരോരോ സാധനം ഇടുന്നതിന് മാറ്റുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തക്കാളി മുളകും എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ട്രസ്റ്റ് പ്രോസസ്സിൻ്റെ ആളാണ്. പ്രോസസ്സ് ശ്രദ്ധിക്കേണ്ട, അവസാന സാധനം തിന്നാൻ പറ്റും, അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ നല്ലോണം വയറ്റി കൊടുക്കുന്നത്. പാലും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എന്നാണ് ഓരോ എഴുതി കൊടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ മറ്റേ നല്ലോണം സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഇട്ടിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കും, നമ്മളെ കൂട്ട് റെഡി. അതെ, നമ്മളെ സാധനം സെറ്റായി. പക്ഷേ ഇതിൻ്റെ വേറെ റെസിപ്പിയിലൊക്കെ ഇവർ മറ്റേ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുക, ചിക്കൻ അതേപോലെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് മറ്റേ സാധനം മുക്കിയെടുക്കാനുള്ള മുട്ടൻ്റെ ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക, സൊല്യൂഷൻ എന്നൊക്കെ മുട്ടൻ്റെ സാധനം മുക്കിയെടുക്കാനുള്ള പൊരിക്കാനുള്ള അത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 2 മുട്ടയാണ് ഇട്ടത്. പിന്നെ അരിപ്പൊടി, പെപ്പർ പൗഡർ, അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പെപ്പർ പൗഡർ, വെള്ളം, പിന്നെ എന്തോ ഒരു സാധനം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ്, അതൊക്കെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യാറാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് നോക്കിയപ്പോൾ ഇവിടെ കുറേ ഷേപ്പിൻ്റെ സാധനം വെച്ച് ഓൾറെഡി വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓരോ ഷേപ്പിൽ അങ്ങോട്ട് ആക്കുക. ഫസ്റ്റ് ഞാൻ വട്ടം തന്നെ ഉണ്ടാക്കി തുടങ്ങി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധനത്തിൻ്റെ സംഭവം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അതിൻ്റെ ചില ഫ്രണ്ട്സ് നോമ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഉപ്പ് നോക്കാനുള്ള ടേസ്റ്റിനൊക്കെ കൊടുത്ത്, അഥവാ ലാസ്റ്റ് ഉപ്പില്ല എന്ന് പറഞ്ഞ ഉപ്പ് കൂടി എന്ന് പറഞ്ഞ പ്രശ്നമാവില്ലേ, അങ്ങനെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 4 ഷേപ്പിൽ ഉണ്ടാക്കി, ഒരു പൂവും, ഒരു വട്ടം, ഒരു സ്റ്റാറും, ഒരു ഹാർട്ടൊക്കെ. പക്ഷെ ഞാൻ വലിയ സംഭവത്തിൽ ഈ വട്ടത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ് ബാക്കിയുള്ള ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ ഷേപ്പും ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് അത് മുക്കിയിട്ട് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് വെക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ. പക്ഷെ മണ്ടത്തിയായി, എനിക്കറിയില്ലായിരുന്നു ഈ ബ്രെഡിൽ അത്രയും സോഫ്റ്റായിട്ട് അത്രയും ഗ്രൈൻഡ് ആവാത്ത ബ്രെഡിൻ്റെ സാധനമാണെങ്കിൽ ഈ കറക്റ്റ് ഷേപ്പൊക്കെ അമ്മക്ക് എങ്ങനെ കിട്ടി. പൂവ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു കോണ് ഇവിടെ ഒരു കോണ്, അതൊക്കെ നമ്മൾ മുക്കി വരുമ്പോൾ ഇപ്പം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അത് സത്യം പറഞ്ഞാൽ മുക്കി വരുമ്പോൾ ഒക്കെ വട്ടത്തിലായിപ്പോയി.
ഹാർട്ടല്ലാണ്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം വട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡിൻ്റെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് കുറച്ചുകൂടി സോഫ്റ്റ് ആണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് വന്നേനെന്ന്. അങ്ങനെ പിന്നെ പൊരിക്കാനിട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞില്ലേ, എന്ത് പൊരിച്ചാലും ഞാൻ കരിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. എനിക്കറിയില്ല എന്താ സംഭവം, എത്ര നോക്കിയെടുത്താലും സാധനം കരിയും. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലതിനൊരു കരിച്ചിലിൽ കുറച്ച് ഡാർക്ക് കളർ ഉണ്ട്, പക്ഷെ ബാക്കിയൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ക്രോക്ലെറ്റ്. അപ്പം ഇതാണ് സംഭവം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോമ്പ് തുറന്നിട്ടാണ് ഞാൻ കഴിച്ചു നോക്കിയത്. അങ്ങനെ അതാണ് സംഭവം. ഒരു ഹാർട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഈ ഹാർട്ടാണ് അങ്ങനെ വൃത്തിക്ക് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പ് ബാങ്ക് കൊടുക്കുക ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരക്കയും കൈ പിടിച്ചിട്ട് എന്താ ബാങ്ക് കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ സിമ്പിളായിരുന്നു. വത്തക്ക ഉണ്ടായിരുന്നു, ഞാൻ പൊരിച്ച ഈ സാധനം ഉണ്ടായിരുന്നു, വെള്ളവും കാരക്ക, പിന്നെ സർബത്ത് ആദ്യം ഉണ്ടാക്കി വെച്ച് മിൽക്ക് സർബത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്ന് മിൽക്ക് സർബത്ത് കുടിച്ചു. പിന്നെ നമ്മൾ സാധനം ട്രൈ ചെയ്യാനുള്ള നേരമായി. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ അമ്മച്ചി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നാലും ഫസ്റ്റ് കഴിച്ചപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, റബ്ബേ പാളിപ്പോയോ, കാരണം ഉണ്ടാക്കിയത് ഞാനാണ്, എനിക്ക് ഇന്ത്യയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. ഇതിനെപ്പോലുള്ളതാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് ഈ ഒരു സംഭവം. വലിയ പണിയൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പത്തിരിയും സംഭവങ്ങളും മെയിൻ കോഴ്സ് എന്നൊക്കെ ആകെ പത്തിരിയും ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പോയി നിസ്കരിച്ചിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണല്ലേ ക്ഷീണം. തിന്നുന്ന വരെ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. തിന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ക്ഷീണിച്ച് വയറ് ഫുള്ളായിട്ട് അങ്ങനെ പോയി പത്തിരിയൊക്കെ തിന്ന് നമ്മൾ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യം പള്ളിയിൽ പോയിട്ട് മറ്റേ എന്തോ പുതപ്പൊക്കെ മൂടി നടക്കേണ്ടിയിരുന്നു. പിന്നെ ആദ്യം ഫ്രണ്ട്സ് എവിടുന്നു പുറക്കി കൊണ്ടുവന്ന് ഞാവൽപ്പഴം കൂടി ഉണ്ടായിരുന്നു. അപ്പം തന്നെ നല്ല മഴ തുടങ്ങി. അവിടെയൊക്കെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അറിയില്ല, നല്ല മഴ തുടങ്ങി. അപ്പോൾ ഈ തരിക്കഞ്ഞി ഉണ്ടായിരുന്നു, ചീരാകഞ്ഞി ഉണ്ടായിരുന്നു. അതും ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് കുടിച്ച്. അപ്പം തന്നെ ഈ കറണ്ടിന് മിന്നിപ്പോയി ഒരു കളി ഉണ്ടായിരുന്നു. പിന്നെ നല്ല പെരുമഴ തുടങ്ങി. ഇത് വീഡിയോ എടുത്ത് 2-3 മിനിറ്റിൻ്റെ അകം കറണ്ട് പോയി. പിന്നെ ഇന്ന് പിറ്റേ ദിവസം അഥവാ ഇന്ന് പുലർച്ചക്കാണ് കറണ്ട് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.